മക്കളെ, ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ +2 ബയോളജി നിങ്ങൾ പഠിക്കേണ്ട ഒരു രീതിയാണ്. ഓക്കെ, അതായത് അപ്പം ഇതിന് ഇത്രയും പ്രത്യേകിച്ച് രീതികളൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. അതിന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മളുടെ കഴിഞ്ഞ തവണത്തെ എക്സാംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പബ്ലിക് എക്സാം നോക്കിക്കഴിഞ്ഞാൽ PYQs ചോദിച്ചിരുന്നു. പക്ഷേ അതിലെ പല ക്വസ്റ്റ്യൻസും തന്നെ എങ്ങനെയായിരുന്നു, ഒരു പുതിയ പാറ്റേണിലായിരുന്നു. ആ പുതിയ പാറ്റേൺ NCERTക്ക് പുറത്താണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, കംപ്ലീറ്റ്ലി NCERT സ്റ്റിക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെങ്കിൽ എക്സാം ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയിട്ടുള്ള പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും, നമ്മളുടെ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ മിസ് ബയോളജിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ബയോളജി പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ +2 ബയോളജി പഠിക്കേണ്ടത്, ഓക്കെ, ആ ഒരു കാര്യമാണ് മിസ് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് NCERT ബയോളജിയുടെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളുമാണ് നിങ്ങളുടെ എക്സാമിന് കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ ഈ വർഷത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളുടെ എക്സാം ടഫാക്കും അല്ലെങ്കിൽ പാറ്റേൺ മാറുകയാണ് എന്നൊക്കെ പറയുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ NCERT നിങ്ങൾ വായിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മളുടെ +2 ബയോളജിയിലുള്ള നമ്മളുടെ NCERTനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് +2 ബയോളജിയുടെ NCERT ടെക്സ്റ്റ് ബുക്ക്. +2 മാത്രമല്ല +1. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കംപ്ലീറ്റ് നിങ്ങൾ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതെല്ലാം ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ NCERTയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ നിങ്ങൾ പിക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പിക്ചേഴ്സ് ആയിക്കോട്ടെ നല്ല നീറ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ്, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലനേഷൻ ഒക്കെ ആണെങ്കിൽ തന്നെ വളരെ അടിപൊളിയാണ്. പക്ഷേ ഈ NCERT ബയോളജീനെ നോക്കുമ്പോൾ ആകെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ വൈഡായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ ഭയങ്കര വൈഡായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വൈഡായിട്ട് പറയുന്ന സമയത്ത് ആദ്യമായിട്ടൊരു ബയോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലായിരിക്കും ആദ്യം വരിക. പ്രത്യേകിച്ച് ഇപ്പം ഓൾറെഡി കുറച്ച് ബയോളജി ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് കുറേ ഉണ്ട്, കുറേ വായിക്കണം. ബയോളജി എടുക്കുന്ന മക്കൾ, ബയോസയൻസ് എടുക്കുന്ന ആൾക്കാർ അധികം പറയുന്ന ഒരു കാര്യമാണ്, പക്ഷേ അത് കുറേ ഉണ്ട്, കുറേ വായിക്കാനുണ്ട്, വായിക്കുമ്പോൾ ഉറക്കം വരും, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലും പറയാറ്. ഓക്കെ, അപ്പോൾ ബയോളജി വായിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെയാണ് ബയോളജി പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഒരു കാര്യം നമ്മളുടെ എക്സാമിനറിൻ്റെ ഉയരേ ബാച്ചാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് എക്സാമിനറിൻ്റെ ഉയരേ ബാച്ചിൽ വായിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരില്ലേ, അങ്ങനെയല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ബയോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഉറക്കം വരുന്നത് അല്ലെങ്കിൽ കുറേ ഉള്ളതുപോലെ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ വൈഡായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. പക്ഷെ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് മിസ് പറയുന്നത്. അപ്പോൾ ഒരേ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരേ ബാച്ചിൽ ഇല്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പഠിക്കുന്നുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോച്ചിങ്ങിന് പോയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരേ ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സിൽ ഇപ്പോൾ നമ്മളുടെ ചാപ്റ്റർ 1ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞു നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏറ്റവും നേരത്തെ സിലബസ് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ നമ്മൾ ഒരേ ബാച്ചിലാണെങ്കിൽ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് NCERTയുടെ ഒരു ലൈൻ പോലും വിടാതെ. അപ്പോൾ ഇത്രയും വലിയ ടെക്സ്റ്റ് ബുക്ക് മിസ് കംപ്ലീറ്റ് എടുത്തു, അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ആ ലൈവ് ക്ലാസ് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, വർക്ക്ഷീറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് വളരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരേ ബാച്ചിൽ ഇല്ലാത്ത മക്കൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ NCERT പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ആ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ആ നോട്ട് വീണ്ടും മാറ്റി എഴുതണോ, അങ്ങനെ നിങ്ങൾ സമയം കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെക്ചർ നോട്ട് എഴുതാൻ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. അല്ലാതെ ഞാൻ ക്ലാസ്സിലിപ്പം ബയോളജി ക്ലാസ് ആണെങ്കിൽ മിസ് പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്യാം. നമ്മൾക്ക് മനസ്സിലായ കാര്യം എന്താണോ അതാണ് നമ്മൾ ലെക്ചർ നോട്ടിൽ എഴുതുക.
അപ്പോൾ നിങ്ങളുടെ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് കൂടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതിനുശേഷമാണ് നിങ്ങൾ വർക്ക്ഷീറ്റ് ചെയ്യുന്നത്. വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ടാണ് നമ്മൾ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഈ PYQ ചെയ്യണോ എന്നുള്ളൊരു സംശയം എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കൊരു 100 ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 70 ക്വസ്റ്റ്യൻസും PYQ ആയിരിക്കും. ഇത് എക്സാമ്പിളാണ്. ബാക്കി വരുന്ന ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു 30 ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 20 ആയിരിക്കാം, 20 to 30 ആയിരിക്കാം നിങ്ങൾക്ക് അതല്ലാത്ത രീതിയിലുള്ള പുതിയ പാറ്റേണിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ PYQ ഇമ്പോർട്ടൻ്റ് ആണോ? തീർച്ചയായിട്ടും അതെ. അതോടുകൂടി ആക്ച്വലി നിങ്ങൾ എന്ത് കഴിഞ്ഞു, നിങ്ങൾ ആ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഇനി ഇതിന് ശേഷം നമ്മളുടെ കയ്യിലിപ്പോൾ 70 കാര്യങ്ങളായിട്ടുണ്ട്. ആൻഡ് നല്ലപോലെ ക്ലാസ് കേട്ട ആൾക്കാർക്ക് ആക്ച്വലി ഈ ഒരു 20-30 വളരെ സിമ്പിളായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം നമ്മളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ബാക്കി ഒരു 20-30 കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം മിസ്സാണെങ്കില്ല, ഇവിടെ ഇങ്ങനൊരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷനിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളുടെ ആ ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുന്ന നമ്മളുടെ ആ ഒരു എംബ്രിയോ സാക്കിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ ഇവിടുന്ന് മുതൽ തുടങ്ങുകയാണ് ആ കാര്യം. ഇവിടുന്ന് മുതൽ തുടങ്ങിയിട്ടതാ ഈ ഒരു കംപ്ലീറ്റ് പാരഗ്രാഫ്, ഇതാ ഞാൻ പറഞ്ഞത് വളരെ വൈഡായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വൈഡായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങളൊരു തവണ നമ്മൾ ഒരേ ബാച്ചിലെ ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി. പിന്നെ നിങ്ങൾ അയ്യോ ഇത്രയും ഉണ്ടല്ലോ നിങ്ങൾക്ക് തോന്നില്ല. ഓരോ ലൈൻ വായിക്കുമ്പോഴും ഇപ്പോൾ അതാ ഓരോ കാര്യം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് വരും. നിങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകും. ഓക്കെ, അങ്ങനെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ സൈഡിലായിട്ട്, ഇവിടെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാര്യം ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞാൻ പൊതുവേ ചെയ്യാറുണ്ട്, ടെക്സ്റ്റ് ബുക്കിലല്ല, കാരണം എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഹാർഡ് കോപ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊതുവേ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ സൈഡിൽ എഴുതി വെക്കും. അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള നോട്ട്ബുക്ക്, ഇപ്പം ഫോണിലോ ലാപ്ടോപ്പിലൊക്കെയാണ് ഞാൻ ചാപ്റ്റർ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിലുള്ള ഇങ്ങനെ ഒരു ബുക്ക് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ NCERT ഇപ്പോൾ ഇവിടെ പോളിനേഷൻ ആണെങ്കിൽ ആ വായിച്ചിട്ടുള്ള ഈ 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ, ഇവിടെയും കൊടുത്തിട്ടുള്ള ഈ പോളിനേഷൻ എനിക്കിവിടെ എന്താണോ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ഇവിടെ ഇതാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത് മാത്രമല്ല NCERTയുടെ വേറൊരു പ്രത്യേകത, NCERTയിൽ നിങ്ങൾക്ക് ഒത്തിരി ഡയഗ്രാംസ് ഉണ്ട്. ഓക്കെ, ഈ ഡയഗ്രാംസ് ഒക്കെ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുവോളജിയിലല്ല, ബോട്ടണിയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ചുകൂടി NCERT സ്റ്റിക്ക് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡയഗ്രാംസ് എല്ലാം തന്നെ NCERTന്ന് തന്നെയാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ NCERT വായിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ NCERT വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ +2 ബയോളജി വളരെ സ്മൂത്തായിട്ട് പോകും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ +2 ബയോളജി പഠിക്കുന്ന സമയത്ത് ടൈം എടുത്ത് ലാഗ് ചെയ്താണ് പോകുന്നതെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എവിടെയാണ് വെച്ചത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ സമയം ഉണ്ടാവില്ല. ലാസ്റ്റ് ആകുമ്പോൾ സമയം ഉണ്ടാവാണ്ടാകുമ്പോൾ ഒരു ഓട്ടമായിരിക്കും അല്ലേ, വേഗം 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 ചാപ്റ്റർ തീർക്കുന്നു. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയും നേരത്തെ നിങ്ങൾക്ക് സിലബസ് തീർക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. മാക്സിമം ഡിസംബറിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ സിലബസ് തീർക്കാനുള്ള പ്ലാൻ നോക്കാം. ഇപ്പോൾ ഉയരേ ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ഉയരേ ബാച്ചിൽ വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ സിലബസ് തീർത്ത് നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഉയരേ ബാച്ചിൽ ഇങ്ങനെ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും നോട്ട്സും ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. 4999 ആണ് നമ്മളുടെ ഉയരേ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത്. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി അതല്ലെങ്കിലും ഈ പറഞ്ഞ പാറ്റേണിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് ബയോളജിയിൽ നഷ്ടപ്പെടില്ല. ഓക്കെ.